ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് UDF സ്ഥാനാർത്ഥി മറ്റാരുമല്ല, നടനായ രമേശ് പിഷാരടിയാണ്. അതേസമയം തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയാവട്ടെ അഖിൽ മാരാർ. പണ്ട് എന്തൊക്കെ സംഭവിച്ചാലും BJPയിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞ് അഖിൽ മാരാറാണ് ഇപ്പോൾ NDA ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, അഖിൽ മാരാറും രമേശ് പിഷാരടിയും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അബുദാബിയിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ തങ്ങൾക്കിടയിൽ തർക്കങ്ങൾക്ക് കാരണം വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ ചാനലിനോട് പ്രതികരിച്ചിരിക്കുന്നത്. നടൻ ജോർജു ജോർജിന് അബുദാബിയിൽ ഒരു പരിപാടിക്കിടെ നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് പിഷാരടിയോടുള്ള തന്റെ ദേഷ്യത്തിന് പിന്നിലെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും ക്ഷണിച്ചിട്ടും ജോജുവിനെ വേദിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ പോയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അഖിൽ വൃത്തികെട്ട മനസ്സോടെ രമേശ് പിഷാരടി അവിടെ കളിച്ചു എന്ന് പറയുന്നത്. അതേസമയം പിഷാരടി പാലക്കാട് നിന്ന് തീർച്ചയായും തോൽക്കുമെന്നും അഖിൽ പറയുകയാണ്. രമേശ് പിഷാരടി ഇത്രയും കാലം ലാഭം മാത്രം നോക്കി ജീവിച്ച വ്യക്തിയാണെന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും വീണ്ടും ലാഭം കൊയ്യാൻ മാത്രം വേണ്ടിയാണ് എന്നാണ് അഖിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ലെന്ന നിലപാടാണ് പക്ഷേ പിഷാരടിക്ക്. കാര്യം, അഖിൽ പറയുന്ന ഒരു കാര്യങ്ങളിലും ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണെന്നും പറഞ്ഞത് മാറ്റിക്കൊണ്ടിരിക്കുന്ന അയാളുടെ എന്ത് കാര്യമായാലും 2 വർഷത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ താൻ പ്രതികരിക്കൂ എന്നാണ് പിഷാരടിയും പറയുന്നത്. പിഷാരടി മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.